പൈലറ്റ് ആവാനുള്ള ആഗ്രഹം ജനിച്ചത് എവിടെ നിന്നാണ്? ഹായ്, ഇറ്റ്സ് മീ ജംഷീർ. ഉയരങ്ങളിലേക്ക് ചിന്തിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതിനൊരു കുഞ്ഞുദാഹരണം പറയാം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളോട് ചോദിക്കും എന്താവാൻ ആഗ്രഹം എന്ന്. ആ സമയത്ത് നമ്മളൊക്കെ പറയുന്നൊരു മറുപടി ഉണ്ട്, എനിക്ക് പൈലറ്റ് ആവണം എന്നാണ് നമുക്ക് അധികം പറയാം. എനിക്ക് വിമാനം പറത്തണം, പൈലറ്റ് ആവണം എന്നാണ് നമ്മൾ അധികം പറയാറുള്ളത്. അതെ, അത്തരത്തിലുള്ള ഒരു യഥാർത്ഥ കഥയുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്വന്തം നാട്ടുകാരനായ നസീമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വല്യമ്മ ചെറുപ്പത്തിൽ പറഞ്ഞു എന്ന് കേട്ടു, എനിക്ക് നീ ഓടിക്കുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു കേട്ടു. ആ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാല് എപ്പോഴും പൊതുവെ ലീവിന് വരുന്നത് ഒരു 2 മാസം എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതിൽ പൊതുവെ 1 മാസം ഉപ്പ ഇവിടെ ഉണ്ടാവും, ബാക്കി 1 മാസം എല്ലാവരും തറവാട്ടിൽ അങ്ങനെ ആയിട്ടായിരുന്നു ചെറുപ്പം തൊട്ടേ. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ വല്യമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ. ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. അന്ന് കണ്ടപ്പം തന്നെ അവര് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാസഞ്ചർ അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോഴാണ് അവർ കാണുന്നത്. അപ്പം പിന്നെ അവരുടെ കണ്ണിൽ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പൈലറ്റ് ആവാനുള്ള ആഗ്രഹം ജനിച്ചത് എവിടെ നിന്നാണ്? അത് സംഭവം ചെറുപ്പം തൊട്ടേ ഉപ്പ അവിടെ ദുബായില് ബിസിനസ്സായിട്ട് നടക്കുന്നതാണ്. അപ്പം ഉപ്പ ഞാൻ ജനിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ സ്കൂളും എല്ലാതും അവിടെ തന്നെയായിരുന്നു. അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതും പിന്നെ എല്ലാ കൊല്ലവും ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകും. അപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യവും ഫ്ലൈറ്റ് കാണുന്നതും ക്രൂ വരുന്നതും ഇതൊക്കെ ഒരു കൗതുകം പോലെ തന്നെയായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ തുടങ്ങിയൊരു ഇൻട്രസ്റ്റ് ആണ്. ഉമ്മയുടെ അടുത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആകെ എനിക്ക് ഉപ്പാക്ക് പിന്നെ അളിയൻ നല്ല സപ്പോർട്ടായിരുന്നു. അളിയനക്കും ഇത്താക്കും നമ്മൾ 4 പേർക്കുമായിരുന്നു അറിഞ്ഞിരുന്നത്. പിന്നെ ഉമ്മയുടെ അടുത്ത് പോലും പറയാണ്ട് ഉമ്മാക്കും എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇതാക്കിയതായിരുന്നു. കാരണം മാക്സിമം ഇവരെല്ലാവരും തന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തൊട്ട്. മെയിനായിട്ട് പുഷ് ചെയ്തിട്ടുള്ള പാരന്റ്സും പിന്നെ എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരും പിന്നെ അളിയനുമാണ്. അളിയൻ മെയിൻലി കാരണം തുടക്കത്തിൽ ഞാൻ നോക്കിയിരുന്നതൊക്കെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുക എന്നുള്ളൊരു ഇതിലായിരുന്നു. കാരണം ഇതിന് ഫൈനാൻഷ്യലി കുറച്ച് എക്സ്പെൻസ് വരുന്നതുമാണ്. അപ്പം എല്ലാ സൈഡും കൂടെ നോക്കിയപ്പം ഞാൻ ഇന്ത്യയിലാണ് മെയിനായിട്ട് നോക്കിയത്. പക്ഷെ അവർക്ക് അവരുടെ ഒരു കൺവെർട്ടർ തന്നെ വേണം എന്നുള്ളൊരു രീതിയിൽ അവര് മെയിനായിട്ട് നോക്കിയത് അവിടെയായിരുന്നു, എയർ അറേബ്യയുടെ ഇതിലായിരുന്നു. ഇപ്പോഴത്തെ പുതുതലമുറയില് വളർന്നു വരുന്ന കുട്ടികളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് 2 കാര്യമാണ്. ഒന്ന് ഫാമിലി റിലേറ്റഡ് ആണ്, രണ്ടാമത്തേത് പാഷൻ റിലേറ്റഡ് ആണ്. അപ്പം ആദ്യത്തത് നമ്മൾ ചെറുപ്പം തൊട്ടേ ഫാമിലിയാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. പലപ്പോഴും ഫ്രണ്ട്സ് അത് ഇതെന്നുള്ളൊക്കെ ഇത് ഉണ്ടാവും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എന്തൊരു ഇതുണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് ഫാമിലിയാണ്. അപ്പം മാക്സിമം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം ഇതാക്കണം എന്നല്ല, പക്ഷെ അവരുടെ ഇഷ്ടം രണ്ടും കൂടെ സൈഡ് ടു സൈഡ് കീപ്പ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകണം. രണ്ടാമത്തത് പിന്നെ എന്തിലാണോ പാഷൻ ഉള്ളത് അതിപ്പം ആര് സപ്പോർട്ട് ചെയ്യണമെങ്കിലും ഫാമിലി ലൈക്ക് വേറെ എന്തെങ്കിലും പുഷ് ചെയ്യാന്നുണ്ടെങ്കിലും അതിലോട്ട് അധികം ഇതാവരുത്. നിങ്ങൾക്ക് എന്തിലാണോ പാഷൻ ഉള്ളത് അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാണ്ട് ഇപ്പം എങ്ങനെയെങ്കിലും വേറൊരു ജോബിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സന്തോഷത്തിലല്ല അത് ചെയ്യാം. അപ്പം എന്തിലാണോ പാഷൻ ഉള്ളത് അതിലോട്ട് പോവുക, അതാകുമ്പോൾ അത് സന്തോഷത്തിൽ നടക്കാൻ പറ്റും. നസീം, ഞാൻ ഒരുപാട് സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പം ഞാൻ നസീമിനെ കണ്ട കഥ ഇനി എനിക്ക് അവരോട് പറയാം. വേൾഡിന്റെ പല ഭാഗങ്ങളിലേക്ക് പറന്നു ചെല്ലാൻ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ ആഗ്രഹങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ ആഗ്രഹങ്ങൾ കേൾക്കുകയും വളർന്നു വരുന്ന സമയത്ത് ആ ആഗ്രഹങ്ങൾ അവരിൽ ഉണ്ടോ എന്ന് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുകയും അതുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രചോദനം അവർക്ക് നൽകുക എന്നുള്ളതാണ്.